Hello, my dear students. Welcome to Human Resource Management Session 2. നമ്മൾ കഴിഞ്ഞ ദിവസം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സബ്ജക്റ്റ് സ്റ്റാർട്ട് ചെയ്തു. അതിൻ്റെ ഇൻട്രഡക്ഷനിൽ എന്താണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നു. പിന്നെ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഡെഫിനിഷൻ അതിൻ്റെ ഫീച്ചേഴ്സ്, ഇതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് വാട്ട് ഈസ് ദ ഒബ്ജക്റ്റീവ്സ് ഓഫ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ്. ഓർഗനൈസേഷനിലെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പോൾ നമുക്കറിയാം, ഒരു ബിസിനസ് റൺ ചെയ്യണമെങ്കിൽ വി നീഡ് അസറ്റ്സ് അല്ലേ? നമുക്ക് മൂലധനം ഉണ്ടാവണം, ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ബിസിനസ് റൺ ചെയ്യാൻ പറ്റുള്ളൂ. സോ ആ മൂലധനത്തിൽ പൈസ മാത്രമല്ല, മൂലധനമായിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സും വേണം. അതാണ് ഹ്യൂമൻ അസറ്റ്സ് എന്ന് പറയുന്നത്. ഹ്യൂമൻ ക്യാപിറ്റൽ എന്ന് പറയുന്നതാണ്. അപ്പോൾ എങ്ങനെയാണ് ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യുന്നത്? നമുക്ക് വളരെ സ്കിൽഡ് ആയിട്ടുള്ള, നല്ല ഇഫക്റ്റീവായിട്ടുള്ള ആൾക്കാരെയാണ് നമുക്ക് അസറ്റ്സ് ആയിട്ട് മാറ്റിയെടുക്കേണ്ടത്. നമ്മളുടെ കൂടെ നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് നമുക്ക് നല്ല രീതിയിൽ സർവീസ് തരുന്ന എംപ്ലോയീസിനെ എപ്പോഴും നമ്മൾ റീറ്റെയിൻ ചെയ്യേണ്ടത് അഭികാമ്യമാണ്. അപ്പോൾ അതുപോലെ വളരെ കമ്പീറ്റൻ്റ് ആയിട്ടും ജോലി ചെയ്യാൻ ഉത്സാഹരായിട്ടുള്ള വർക്ക് ഫോഴ്സിനെ നമ്മൾ അവൈലബിൾ ആക്കി അതിന് ഉറപ്പ് വരുത്തുക എന്നുള്ള മെയിൻ ഒബ്ജക്റ്റീവാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻ്റ് ഉള്ളത്. സോ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ് എന്ന് വെച്ചാൽ ടു എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് കോമ്പീറ്റൻറ്റ് ആൻഡ് വില്ലിംഗ് ഫോഴ്സ് ടു എൻ ഓർഗനൈസേഷൻ. എപ്പോഴും ഉത്സാഹമായിട്ട് ജോലി ചെയ്യാനും വളരെ കോമ്പീറ്റൻ്റ് ആയിട്ട് അല്ലേ, നല്ല സ്കില്ല്, നല്ല കോമ്പറ്റീറ്റീവ് സ്കില്ലുള്ള വ്യക്തികളായിട്ടുള്ളവരെ കണ്ടെത്തി നമുക്ക് ഓർഗനൈസേഷന് വേണ്ടി നിലനിർത്തുക എന്നുള്ളതാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് പ്രൈമറി ഒബ്ജക്റ്റീവ്. ഇനി നെക്സ്റ്റ് അതിൻ്റെ സ്പെസിഫിക് ഒബ്ജക്റ്റീവ്സ് പറയുകയാണെങ്കിൽ ഹ്യൂമൻ ക്യാപിറ്റൽ ഫോം ചെയ്യുക. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മളുടെ നല്ല എംപ്ലോയീസിനെ നമ്മൾ കണ്ട് എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവരെ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് റീറ്റെയിൻ ചെയ്യുക, അവരെ നമ്മുടെ അസറ്റായിട്ട് മാറ്റിയെടുക്കുക. ഓക്കെ, അതല്ലേ പറയുന്നത്. ഇപ്പോൾ ഒരു കമ്പനിയിൽ നിന്നും ഒരു വ്യക്തി റിട്ടയർഡ് ആകുമ്പോൾ 30-40 വർഷം ഒരു കമ്പനീനെ സെർവ് ചെയ്യുന്ന ആ വ്യക്തി റിട്ടയർഡ് ആകുമ്പോൾ അവിടെ പറയും, ഇദ്ദേഹം ഞങ്ങളുടെ കമ്പനിയുടെ സ്വത്തായിരുന്നു എന്ന് പറയും, അസറ്റാണ്. അത്രയും വർഷത്തെ അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ട് അദ്ദേഹം എത്രമാത്രം ആ ഒരു കമ്പനിക്ക് കോൺട്രിബ്യൂഷൻസ് അദ്ദേഹത്തിൻ്റെ എഫേർട്ട് കൊണ്ട് തന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ആ സമയത്ത് വിലയിരുത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള അസറ്റ്സായിട്ട് നമ്മൾ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സിനെ മാറ്റുക എന്നുള്ളത് ഒരു ഒബ്ജക്റ്റീവ് ലക്ഷ്യമാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിനുള്ളത്. അതാണ് ഹ്യൂമൻ ക്യാപിറ്റൽ. ഓക്കെ, നമുക്ക് വേണ്ട കൃത്യമായിട്ടുള്ള എംപ്ലോയീസിനെ കറക്റ്റ് ടൈമിൽ അപ്പോയിൻ്റ് ചെയ്ത് നമ്മളുടെ ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റുക, അവരെ റീറ്റെയിൻ ചെയ്യുക. പിന്നെ നമ്മുടെ നല്ല ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഉണ്ടാക്കുക. എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യുന്ന രീതിയിൽ, അവരുടെ സ്കിൽസ് നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ, അവരുടെ എബിലിറ്റീസിനെ നന്നായിട്ട് ഇഫക്റ്റീവായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓർഗനൈസേഷൻ ക്ലൈമറ്റ് ഉണ്ടാക്കുക എന്നുള്ളതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ ഈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും ഒക്കെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് സഹായിക്കുന്നതാണ്. അതിന് വേണ്ട പ്രോപ്പറായിട്ടുള്ള ഓറിയൻറ്റേഷൻസ്, ട്രെയിനിങ്, അതുപോലെ പെർഫോമൻസ് റിലേറ്റഡ് ആയിട്ടുള്ള ഫീഡ്ബാക്ക്, അതുപോലെ നല്ല ഇഫക്റ്റീവായിട്ടുള്ള 2-way കമ്മ്യൂണിക്കേഷൻസ്, എംപ്ലോയീസിൻ്റെ അടുത്ത് എംപ്ലോയറിലേക്കും എംപ്ലോയറിൽ നിന്ന് എംപ്ലോയീസിലേക്കുള്ള കമ്മ്യൂണിക്കേഷൻസ്, ഇതൊക്കെ സാധ്യമാക്കാനുള്ള ലക്ഷ്യങ്ങൾ നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിന് ഉണ്ട്. അപ്പോൾ എത്ര ഇഫക്റ്റീവാണ് HRM എന്നുള്ളത് മനസ്സിലാക്കുക. ഇനിയുള്ള HR ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ നല്ല ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. ഇൻഡസ്ട്രിയൽ റിലേഷൻ എന്നുള്ളത് അതാണ്. പിന്നെ അതുപോലെ തന്നെ നല്ല സേഫ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള വർക്ക് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എംപ്ലോയീസിൻ്റെ സോഷ്യൽ, സൈക്കോളജിക്കൽ, എക്കണോമിക്കൽ നീഡ്സ് അവരെ സാറ്റിസ്ഫൈ ചെയ്യുക. അവരുടെ എക്കണോമിക്കൽ നീഡ്സ് എന്ന് വെച്ചാൽ അവരുടെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഉയർത്തുക. സൈക്കോളജിക്കൽ നീഡ്സ് എന്ന് വെച്ചാൽ അവരുടെ റെക്കഗ്നീഷൻ, സോഷ്യൽ നീഡ്സും റെക്കഗ്നീഷനിൽ വരുന്നതാണ്. ഓക്കെ, സോ അങ്ങനെയൊക്കെ അവരുടെ നീഡ്സ് എല്ലാം മീറ്റ് ചെയ്ത് അതിന് വേണ്ട ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസൊക്കെ ഉണ്ടാക്കുക. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഓർഗനൈസേഷൻ എല്ലാ നിയമസംഹിതകൾക്കും വിധേയമാണെന്നുള്ളത് ഉറപ്പുവരുത്തുക. അതായത് ജോലി ചെയ്യുന്ന എംപ്ലോയീസിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന നിയമസംഹിതകൾ ഒരുപാടുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ്, എംപ്ലോയ്മെൻറ്റ് ഈക്വിറ്റി,
അല്ലേ? ഓക്യുപ്പേഷണൽ ഹെൽത്ത് ആൻഡ് സേഫ്റ്റി, എംപ്ലോയ്മെൻറ്റ് സ്റ്റാൻഡേർഡ്സ്, ലേബർ റിലേഷൻ ലെജിസ്ലേഷൻ, അല്ലേ, ലേബർ ലോസ്, ഇതെല്ലാത്തിനും ഈ ഒരു സംരംഭം അനുസൃതമാണെന്നുള്ളത് വ്യക്തമാക്കി കൊടുക്കുന്നതും ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ്. അതുപോലെ എംപ്ലോയീസിനെ വെൽ ട്രെയിൻ ചെയ്യുക, വെൽ മോട്ടിവേറ്റഡ് ആക്കുക, എംപ്ലോയീസിനെ സാറ്റിസ്ഫൈ ചെയ്യുക, അവരെ സെൽഫ് ആക്ച്വലൈസേഷനിലേക്ക്, അവരുടെ മൊറാൽ കൂട്ടുക, പിന്നെ അതുപോലെ മെയിൻറ്റെയിൻ ദ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്. എന്താണ് ഈ ക്വാളിറ്റി ഓഫ് വർക്ക് ലൈഫ്? QWL എന്ന് പറയും, ക്വാളിറ്റി വർക്ക് ലൈഫ്. ക്വാളിറ്റി വർക്ക് ലൈഫ് എന്ന് വെച്ചാൽ ഇപ്പം നമുക്കൊരു ദിവസം 24 മണിക്കൂറാണുള്ളത്. ഇപ്പം നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുമ്പോൾ സപ്പോസ് ഒരു ദിവസം 8 മണിക്കൂറൊക്കെ നമ്മളൊരു സ്ഥലത്ത് ജോലി ചെയ്യുന്നുണ്ടാവും. ബാക്കിയുള്ള സമയമാണ് നമ്മളുടെ വ്യക്തിപരമായിട്ടുള്ള ലൈഫിന് വേണ്ടി നമ്മൾ സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം ജോലിയിലുള്ളപ്പോൾ നമുക്ക് 2 ലൈഫുണ്ട് അല്ലേ, ഒന്ന് വർക്ക് ലൈഫും പേഴ്സണൽ ലൈഫും. അപ്പം വർക്കഹോളിക്ക് ആവാനും പാടില്ല, എന്നാൽ നമ്മുടെ പേഴ്സണൽ ലൈഫിലേക്കുള്ള ഒരു ആൽക്കഹോളിസം പേഴ്സണൽ ലൈഫിലേക്ക് നമ്മൾ ഒരുപാട് ആവാൻ പാടില്ല. രണ്ടും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകണം. അതായത് വി ഹാവ് ടു ബാലൻസ് അവർ വർക്ക് ലൈഫ് ആസ് വെൽ ആസ് ദ പേഴ്സണൽ ലൈഫ്. ഇപ്പോൾ ജോലി ചെയ്യുന്ന സമയത്ത് നമ്മളുടെ വീട്ടിലെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ജോലി ചെയ്യാനും പറ്റില്ല. വീട്ടിൽ വന്നിരുന്നിട്ട് ജോലിയുടെ കാര്യങ്ങൾ മാത്രം ചിന്തിച്ചിരുന്നിട്ട് കാര്യമില്ല. സോ രണ്ടിനും തുല്യ പ്രാധാന്യം കൊടുക്കണം. അതാണ് ബാലൻസിങ് ദ വർക്ക് ലൈഫ് വിത്ത് ദ പേഴ്സണൽ ലൈഫ്. അതിനെയാണ് നമ്മൾ ക്വാളിറ്റി വർക്ക് ലൈഫ് എന്ന് പറയുന്നത്. സോ അതെങ്ങനെ ഡെവലപ്പ് ചെയ്യുക, മെയിൻറ്റെയിൻ ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ എല്ലാ HR പോളിസീസും എംപ്ലോയീസിനായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല എത്തിക്കലായിട്ടുള്ള, അതായത് നമ്മൾ ശരി തെറ്റുകൾ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ കഴിവതും വിശ്വാസം ഉള്ളതുമായിട്ട് വളരെ സത്യസന്ധമായിട്ട് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകേണ്ടത്, എംപ്ലോയീസ് ആയാലും ഓർഗനൈസേഷൻ ആയാലും അങ്ങനെയുള്ള ഒരുപാട് എത്തിക്കൽ പോളിസീസ് ആൻഡ് ബിഹേവിയർ ഇതൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതൊക്കെ നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സാണ്. അപ്പോൾ ഒരുപാട് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സ് നമ്മൾ കണ്ടു. അപ്പോൾ ഇതിനെയൊക്കെ നമ്മൾ 4 സ്പെസിഫിക് ആയിട്ടുള്ള ഒബ്ജക്റ്റീവ്സിൽ സമ്മറൈസ് ചെയ്യാം. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ്, ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്, ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. സോഷ്യൽ ഒബ്ജക്റ്റീവ്സ് കോൺട്രിബ്യൂട്ടിങ് ടു ദ സൊസൈറ്റി. സൊസൈറ്റിക്ക് എന്തൊക്കെയാണ് ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്? നല്ലൊരു സൊസൈറ്റി ഉണ്ടാക്കിയെടുക്കുക, നല്ല സോഷ്യൽ വെൽഫെയർ ഉണ്ടാക്കുക, നല്ല സോഷ്യൽ ജസ്റ്റിസ് ഫോം ചെയ്യുക. ഇതൊക്കെയാണ് സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്സിൽ വരുന്നത്. അതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉൾപ്പെടുത്തുന്നുണ്ട്. പിന്നെ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഹ്യൂമൻ റിസോഴ്സ് കൊണ്ട് നമ്മുടെ ഓർഗനൈസേഷൻ എന്തൊക്കെ ഒബ്ജക്റ്റീവ്സ് അച്ചീവ് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് നമുക്ക് നമ്മളുടെ ഓർഗനൈസേഷൻ്റെ ഒരു നല്ല ലക്ഷ്യത്തിലേക്ക്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യത്തിലേക്ക് എങ്ങനെ എത്തിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രതിപാദിക്കുന്നതാണ് ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്സ്. ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ ഓരോ ഫങ്ഷണൽ ഏരിയാസ്, മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റ്, പ്രൊഡക്ഷൻ ഡിപ്പാർട്ട്മെൻറ്റ്, ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ്, ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇവരൊക്കെ അവരുടെ ഫങ്ഷൻസ് എങ്ങനെ പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, അതിന് വേണ്ടിയിട്ടുള്ള കുറേ കാര്യങ്ങൾ അതും നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതാണ് ഫങ്ഷണൽ ഒബ്ജക്റ്റീവ്സ്. പിന്നെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഓരോ വ്യക്തികളും ആസ്പദമാക്കിയിട്ടുള്ളതാണ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ്. പേഴ്സണൽ ഒബ്ജക്റ്റീവ്സ് എന്ന് വെച്ചാൽ എത്രമാത്രം ഓരോ വ്യക്തികൾക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. ആസ് എൻ എംപ്ലോയി ഓരോ വ്യക്തികൾക്കും അവരുടെ വ്യക്തി പ്രാധാന്യമുള്ള കുറേ കാര്യങ്ങളുണ്ട് അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിലേക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് ഈ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് എത്രമാത്രം സപ്പോർട്ട് ചെയ്യുന്നു, അവരെങ്ങനെ മോട്ടിവേറ്റ് ചെയ്യുന്നു, അവരെങ്ങനെ റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട്, അവർക്ക് എങ്ങനെ വെൽഫെയർസ് കൊടുക്കുന്നുണ്ട്, അവരുടെ പെർഫോമൻസ് എങ്ങനെ വാലിഡേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്, അവരെ എത്രമാത്രം സാറ്റിസ്ഫൈ ചെയ്യിക്കുന്നുണ്ട്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെയും പേഴ്സണൽ ഒബ്ജക്റ്റീവ്സിൽ വരികയാണ്. അപ്പോൾ അങ്ങനെ 4 ഒബ്ജക്റ്റീവ്സാണ് നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് ഉള്ളത്. സൊസൈറ്റൽ ഒബ്ജക്റ്റീവ്, അതുപോലെ നമ്മളുടെ ഈ പറയുന്ന ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ പേഴ്സണൽ ഒബ്ജക്റ്റീവ്, പിന്നെ ഒരു ഒബ്ജക്റ്റീവ് കൂടി നമ്മൾ പറഞ്ഞിരുന്നല്ലോ, എന്തായിരുന്നു? സൊസൈറ്റൽ, ഓർഗനൈസേഷണൽ, പേഴ്സണൽ, പിന്നെ ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ദാറ്റ് ഈസ് എന്താണ്, ഞാൻ ഒന്നുകൂടി നോക്കിയിട്ട് പറയാം കേട്ടോ. അപ്പോൾ അങ്ങനെ 4 ഒബ്ജക്റ്റീവ്സാണ് വരുന്നത്. പിന്നെ നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ഇമ്പോർട്ടൻസ് ഓഫ് HRM. എന്താണ് ഇമ്പോർട്ടൻസ് ഓഫ് HRM? അതായത് നമ്മളുടെ ഈ HRMത്തിൻ്റെ ഇമ്പോർട്ടൻസ് ഒരുപാട് നമ്മുടെ പേഴ്സണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ് അത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, അഡോപ്റ്റ് ചെയ്യുക, അത് കണ്ടിന്യൂസ് ആയിട്ട് ഇവാലുവേഷൻ നടത്തുക. അതാണ് ഇമ്പോർട്ടൻസ് വരുന്നത്. ദറ്റ് ഈസ് ഇറ്റ് ഹെൽപ്സ് ദ മാനേജ്മെൻറ്റ് ഇൻ ദ പ്രിപ്പറേഷൻ, അഡോപ്ഷൻ ആൻഡ് കണ്ടിന്യൂയിങ് ഇവാലുവേഷൻ ഓഫ് പേഴ്സണൽ പ്രോഗ്രാംസ് ആൻഡ് പോളിസീസ്.
ഓക്കെ. പിന്നെ നമ്മളുടെ സെക്കൻഡ് ഇമ്പോർട്ടൻസ് പറയുന്നത് നമ്മൾ സ്കിൽ വർക്കേഴ്സിനെ സയൻറ്റിഫിക്കായിട്ട് സെലക്ട് ചെയ്തെടുക്കുക അല്ലെ, നല്ല സ്കിൽഡ് ആയിട്ടുള്ള വർക്കേഴ്സിനെ സയൻറ്റിഫിക്കായിട്ട് സെലക്ട് ചെയ്തെടുക്കുക. പിന്നെ നമ്മളുടെ മാക്സിമം ബെനഫിറ്റ് നമ്മളുടെ ട്രെയിനിങ് എക്സ്പെൻഡിച്ചറൊക്കെ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് മാക്സിമം ബെനഫിറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളൊരു ഇതുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഇൻഡസ്ട്രിയുടെ ചേഞ്ചിങ് നീഡ് അനുസരിച്ച് ഓരോ വർക്കേഴ്സിനെ പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക. അതുപോലെ തന്നെ വർക്കേഴ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക, അവരെ അപ്ഗ്രേഡ് ചെയ്ത് നമ്മുടെ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യുക. അതുപോലെ തന്നെ ഒരുപാട് ഇന്നോവേഷൻസും എക്സ്പെരിമെൻറ്റേഷൻസിലൂടെ കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുക. ഇതെല്ലാം ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഇമ്പോർട്ടൻസ് ആണ്. അപ്പോൾ നേരത്തെ ഞാൻ കാര്യം പറഞ്ഞതിലൊരു ചെറിയ ഫ്ലോ വിട്ടുപോയി. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സിൽ മെയിനായിട്ട് 4 സൊസൈറ്റൽ, അതുപോലെ തന്നെ നമ്മളുടെ ഓർഗനൈസേഷണൽ, ഫങ്ഷണൽ ആൻഡ് പേഴ്സണൽ. ഓക്കെ, ആ രീതിയിലാണ് ഒബ്ജക്റ്റീവ്സ് വരുന്നത്. ഇനിയിപ്പോൾ ഇമ്പോർട്ടൻസിൽ 2 പോയിൻറ്റ്സ് കൂടി ഉണ്ട്. നമ്മളുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നമ്മുടെ ഓർഗനൈസേഷനിൽ നല്ല ഹാർമോണിയസ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ്, അതാണ് ഇൻഡസ്ട്രിയൽ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. എംപ്ലോയറും എംപ്ലോയീസും തമ്മിലുള്ള റിലേഷൻഷിപ്പ് അത് നന്നായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഈ പറയുന്ന ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റ് നല്ലൊരു മെക്കാനിസം എസ്റ്റാബ്ലിഷ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഈ പറയുന്ന പേഴ്സണലായിട്ടുള്ള അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട്, പേഴ്സണൽ സർവീസിന് അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ട് അത് ശരിക്കും നമ്മുടെ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഒരു ഡെലിഗേഷനാണ്. അതായത് ശരിക്കും നല്ല രീതിയിൽ ഈ പറയുന്ന എല്ലാ ഹ്യൂമൻ റിസോഴ്സിനെയും അഡ്മിനിസ്ട്രേറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു മെക്കാനിസം നമ്മുടെ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റാണ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ ഹ്യൂമൻ റിസോഴ്സ് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്, അതുപോലെ ഇമ്പോർട്ടൻസ്, ഇതൊക്കെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. എല്ലാം ജനറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അത് മനസ്സിലാക്കിയെടുക്കുക. ജസ്റ്റ് മനസ്സിലാക്കിയെടുത്താൽ തന്നെ മതിയാവും നിങ്ങൾക്ക് ആ പോയിൻറ്റ്സൊക്കെ കിട്ടാനായിട്ട്. ഓക്കെ, താങ്ക് യു.